പശ്ചിമബംഗാളിൽ ഇസ്ലാം മതമൗലികവാദികൾ വേട്ടയാടുന്ന ഹിന്ദുക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രതിഷേധ മാർച്ച് നടത്തി വിശ്വ ഹിന്ദു പരിഷത്ത്. സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി ഉദ്ഘാടനം ചെയ്തു. വഖഫിന്റെ പേരിൽ നടക്കുന്ന അതിക്രമങ്ങൾ കേരളത്തിൽ നടക്കാൻ അധിക സമയമില്ലെന്നും ഇതിനെ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി നേരിടുമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി KP ശശികല ടീച്ചർ മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു. വഖഫ് നിയമത്തിനെ എതിർത്തുകൊണ്ട് തീവ്ര ഇസ്ലാമിക മതമൗലികവാദികൾ പശ്ചിമബംഗാളിൽ നടത്തുന്ന ഹിന്ദു വേട്ടയ്ക്കെതിരെയാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പ്രതിഷേധ മാർച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ആലോചിച്ച് നോക്കൂ, ഇത് ഓരോ വ്യക്തികളുടെയും അവരുടെ സ്വാതന്ത്ര്യത്തിന് മേലും അവരുടെ സംരക്ഷണത്തിന് മേലുമുള്ള ഒരു കടന്നുകയറ്റമല്ലേ? ഇതിനെതിരെ തടയിടേണ്ടത് ഒരു അഖണ്ഡതയ്ക്ക് കാവൽ നിൽക്കുന്ന ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വമല്ലേ? അത് മനസ്സിലാക്കാതെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യൻ സഭകളെല്ലാം ഒറ്റക്കെട്ടായി പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള MPമാരെല്ലാം ഈ വഖഫ് ഭേദഗതി നിയമത്തിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന്. ഒരാൾ പോലും അനുകൂലിച്ചില്ലെന്ന് മാത്രമല്ല, എല്ലാവരും അതിനെ എതിർക്കുകയും ചെയ്തു. അപ്പൊ എന്തുകൊണ്ടാണ്? അപ്പൊ ഇവിടെ ചില പ്രത്യേക വിഭാഗക്കാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടുത്തെ ഇടതു വലത് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നത്. ബംഗാൾ മറ്റൊരു മലപ്പുറമാണ്. കേരളത്തിലും നാളെ മുർഷിദാബാദ് ആവർത്തിക്കാം. ഇതിനെതിരെ ഓരോ ഹിന്ദുക്കളും ഒരുമിക്കണമെന്നും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഹിന്ദുവേട്ട അവസാനിപ്പിക്കണമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി KP ശശികല ടീച്ചർ മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു. കലാപം ഒരു പാഠമാണ്. ഒരു പക്ഷേ ഇതിന്റെ ഇരയാകേണ്ടി വരിക ഇന്ത്യയിലെ ഏതൊരു പട്ടണത്തേക്കാൾ അല്ലെങ്കിൽ ഏതൊരു സ്ഥലത്തേക്കാൾ കൂടുതൽ കേരളമായിരിക്കും എന്ന തിരിച്ചറിവ് നമുക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഹൈന്ദവ സംഘടനകൾ ഇങ്ങനെ ഒരു ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പ്രതിഷേധവും ഒരു പ്രാർത്ഥനയും ഒക്കെ നടക്കുന്നത്. ഇത് അവസാനിപ്പിച്ചേ മതിയാകും. ഇന്ത്യയിൽ പറയുന്ന മതേതരത്വം ആർക്കെങ്കിലും അഴിഞ്ഞാടാനുള്ള മതേതരത്വമല്ല, ആരെയെങ്കിലും ഇരയാക്കാനുള്ള മതേതരത്വമല്ല, ആരും ഉടമയും മറ്റുള്ളവർ അടിമയുമാക്കുന്ന മതേതരത്വമല്ല എന്ന് അത് പ്രഖ്യാപിച്ചേ മതിയാകും. വഖഫ് നിയമം ഭാരതത്തിലെ ജനങ്ങളുടെ സ്വത്തിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഭാരതത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന തരത്തിൽ പശ്ചിമബംഗാളിലെ കലാപം മാറിക്കഴിഞ്ഞുവെന്നും ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന ഉപാധ്യക്ഷനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ GK സുരേഷ് ബാബു പറഞ്ഞു. ഭാരതത്തിലെ ഉടനീളം ഹിന്ദുവിന്റെ ചോര ഇനി ചിന്തിയാൽ അതിന്റെ മറുപടി ഭാരതത്തിൽ എവിടെയും ഉണ്ടാകും എന്ന കാര്യം ഈ ഭീകരവാദികൾ തിരിച്ചറിയണം. മുർഷിദാബാദിലെ ഹിന്ദു 300ഓളം ഹിന്ദു വീടുകളാണ് കത്തിച്ച് നശിപ്പിച്ചത്. അത് നശിപ്പിച്ചിട്ട് ഇവിടെ വന്ന് ഗൾഫിലെ പോലെ പണിയെടുത്ത് ബംഗാളികൾ ജീവിക്കാമെന്ന് ആരും കരുതണ്ട. നാളെ അക്രമത്തിന് ആഹ്വാനം ചെയ്തു എന്ന പേരിൽ കേസെടുത്താലും പ്രശ്നമൊന്നുമില്ല. തീർച്ചയായും അങ്ങനെ വന്നാൽ ബംഗാളിലെ ഹിന്ദുവിനെ ആക്രമിക്കുന്ന ബംഗാളി മുസ്ലിങ്ങൾ ആരും തന്നെ കേരളത്തിൽ സുരക്ഷിതമായി ജീവിക്കില്ല എന്ന താക്കീത് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ മാസം 20-ാം തീയതി പശ്ചിമബംഗാളിലെ ഹിന്ദുക്കൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ ജില്ലാതലത്തിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കും. ജനം, തിരുവനന്തപുരം.